എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ലൂഫിയുടെ കയ്യിൽ നിന്ന് ഇട്ടുകിട്ടി സീസർ ആണെങ്കിൽ വീണ് കിടക്കുകയാണ്. ചുറ്റുമുള്ള വില്ലന്മാർക്ക് ഭയങ്കര അത്ഭുതം. അവരുടെ ബോസിനെ ലൂഫിയെ പോലുള്ള ഒരു ചിന്ന പയ്യൻ എങ്ങനെ അടിച്ച് താഴെയിട്ടു, അതാണ് അവർ ചിന്തിക്കുക. സീസറിനാണെങ്കിൽ അടിയൊക്കെ കിട്ടിയിട്ടും അവന്റെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല. അവൻ വീണ്ടും എഴുന്നേറ്റ് വന്ന് ലൂഫിയോട് പറയും, നിനക്ക് ജീവൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടെ ഓടി രക്ഷപ്പെടുന്നതാണ് നല്ലത്. ഡോഫ്ലെമിംഗോയെ ഒന്നും നിനക്ക് വെല്ലുവിളിക്കാൻ പറ്റില്ല. ഈ ന്യൂ വേൾഡ് തന്നെ ഭരിക്കുന്ന ഒരു കിങ് ആണവൻ. അവനില്ലാത്ത ഒരു ബിസിനസ്സും ഇവിടെ ഇല്ല. സോ അവന്റെ കാര്യങ്ങളിൽ ആരെങ്കിലും തലയിട്ട അവൻ അവരെ തൊലച്ചു കളയും. ലൂഫി ആണെങ്കിൽ അതെല്ലാം കേട്ട് പല്ല് കടിച്ച് അങ്ങനെ അവന് നിരക്ക് നടന്നടുക്കാണ്. സീസറിനാണെങ്കിൽ അവന്റെ ഹാർട്ട് ബീറ്റ് അത് കോടി കോടി വരും. നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ ഞാൻ നിന്നെ രക്ഷിക്കാം. നീ എന്റെ കാലിൽ വീണ് മാപ്പ് പറയുകയാണെങ്കിൽ നിന്നെയും നിന്റെ ഫ്രണ്ട്സിനെയും ഞാൻ ഇവിടുന്ന് വെറുതെ വിടാം. അതല്ല വീണ്ടും നീ മത്സരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞാനും എന്റെ അസിസ്റ്റൻസും എന്റെ ബോസും എല്ലാവരും ചേർന്ന് നിന്നെയും നിന്റെ ആൾക്കാരെയും തല്ലി കൊല്ലും. ലൂഫി നടന്ന് അവന്റെ ക്ലോസ് എത്തും. അടുത്ത നിമിഷം ആ വില്ലൻ അവന്റെ വാ തുറന്ന് ഒരുപാട് പവർ അത് പുറത്തേക്ക് വിട്ട് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാക്കുകയാണ്. സീസറിനും അവന്റെ ടീമിനും ഭയങ്കര സന്തോഷം. ആ ഒരു വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തില് ചുറ്റും നോക്കും. അവിടെയുള്ള ഇരുമ്പ് പോലും അവന്റെ ആ ഒരു അറ്റാക്കില് ഉരുകി മെൽറ്റായി പോയി. ലൂഫിക്ക് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ് അവർ ചുറ്റും നോക്കും. അവർ നൈസായിട്ടൊന്ന് തിരിഞ്ഞു നോക്കും. ലൂഫിക്ക് ഒരു പോറല് പോലും പറ്റാതെ അവനങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ വില്ലന്റെ സ്ട്രെങ്ത് അത് കുറേശ്ശെ കുറയാൻ തുടങ്ങും. പക്ഷെ അവൻ പുറത്ത് കാണിക്കാതെ വീണ്ടും ലൂഫിയെ വെല്ലുവിളിക്കും. ഇവിടെ സ്മോക്കറിന് കഴിഞ്ഞും ട്രഫാർഗർ ലോയെ കഴിഞ്ഞും നിന്നെ കഴിഞ്ഞും ഒക്കെ പവറുള്ള ഒരാളുണ്ട്, സാക്ഷാൽ വെർഗോ. ഒരുപക്ഷെ നിനക്ക് എന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷെ വെർഗോയെ തോൽപ്പിക്കാൻ നിന്നെ കൊണ്ടെന്നല്ല ആരെ കൊണ്ടും പറ്റില്ല. ലൂഫി ഉടനെ അവന്റെ കൈ നല്ല ശക്തിയായിട്ട് കറക്കും. എനിക്കതിന് ആരെയും പേടിയില്ല, എനിക്ക് എന്ത് സംഭവിച്ചാലും യാതൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവ മുൻപ് സീസറിന് ഇടിച്ചതിനെ കഴിഞ്ഞും 10 മടങ്ങ് സ്പീഡില് ഞെട്ടിക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ സാഡ് റൂം കാണിക്കും. അവിടെ വെർഗോയും സ്മോക്കറും ഇപ്പൊ എപ്പിസോഡുകളായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. വെർഗോയ്ക്കാണെങ്കിൽ സ്മോക്കറിനെ അറ്റാക്ക് ചെയ്യാൻ വലിയ കഷ്ടപ്പാടൊന്നുമില്ല. പക്ഷെ സ്മോക്കറിന് വെർഗോയുടെ മുൻപിൽ ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാനാവുന്നില്ല. സ്മോക്കറിന്റെ ഏറ്റവും വലിയ ദേഷ്യവും വൈരാഗ്യവും പകയും അത് മറ്റൊന്നുമല്ല, അവന്റെ സോൾജേഴ്സിനെ വെർഗോ കൊന്നു കളഞ്ഞു. അതാണ് സ്മോക്കറിന്റെ മനസ്സ് തകർത്ത് കളഞ്ഞത്. വെർഗോ സ്മോക്കറിനെ തൂക്കിയെടുത്ത് നിലത്തടിക്കും. ഓ, നിനക്ക് ആ സോൾജേഴ്സിനെ ഞാൻ കൊന്നതിലാണല്ലേ എന്നോട് ഇത്രയും ദേഷ്യം? ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞു, അവരെല്ലാവരും വെറും യൂസ്ലെസ് ആണ്. നിന്നെ കൊണ്ടും ഈ ട്രഫാർഗർ ലോയെ കൊണ്ടും എന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. സോ മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേൾക്ക്. അതിന് സ്മോക്കർ ആണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ വെർഗോയെ ഇടിക്കാനായിട്ട് വീണ്ടും റെഡിയാവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ പുറത്തുള്ള പോയിസൺ ഗ്യാസ് മുഴുവൻ ഇപ്പൊ അകത്തേക്ക് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോറോയോട് ടഷിക്ക് അവൾ ദേഷ്യപ്പെട്ടു പറയും, എന്താ ഈ ചെയ്യണേ? നിന്നെ കഴിഞ്ഞും ഭേദം കൊച്ചു കുട്ടികളാണ്. ഇത്രയും സമയമായിട്ടും നീ നമ്മൾ പോയ വഴിയിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? നീ സ്ട്രെയിറ്റ് പോകാനായിട്ട് അവൾ പറയും. അതിന് സോറോ ആണെങ്കിൽ എനിക്ക് ഓൾറെഡി പരുക്ക് പറ്റിയതല്ലേ, എനിക്കറിയാം വഴി എന്ന് പറഞ്ഞ് അവനിപ്പോ റൈറ്റ് കട്ട് ചെയ്ത് വേറെ എങ്ങോട്ടോ പോകും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ സാഞ്ചിയും ചോപ്പറും സോൾജേഴ്സും എല്ലാവരും ചേർന്ന് ആ കുഞ്ഞുങ്ങൾക്ക് മെഡിസിൻ ഒക്കെ കൊടുത്ത് അവരെ നോർമലാക്കി. ഇനി അവരുടെ ലക്ഷ്യം RR6 പോവുക എന്നത് മാത്രമാണ്. അവിടെ എത്തിയാൽ മാത്രമേ അവർക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റുള്ളൂ. സാഞ്ചിയുടെ നേതൃത്വത്തിൽ എല്ലാവരും ഉഷാറായിട്ട് ആ ഡോർ ലക്ഷ്യമാക്കി ഓടും. ചോപ്പർ ആണെങ്കിൽ ഇപ്പോഴും ആ കുഞ്ഞിപ്പെണ്ണിനെ അവൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് ഛർദ്ദിപ്പിച്ച് വയറ്റിലുള്ള ആ ക്യാൻഡീസ് മുഴുവൻ പുറത്തെടുക്കാനാണ് അവന്റെ ശ്രമം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ സാമുറായെ കാണിക്കും. ആളാണെങ്കിൽ നിലവിളിച്ച് കരയും. അത് മറ്റൊന്നുമല്ല, ആ പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് തന്റെ മകൻ മൊമന്റോസ്കി അവനൊരു ഡ്രാഗനായി മാറിയെന്ന് സാമുറായി മനസ്സിലാക്കി. കുറച്ചു മുൻപ് ഞാൻ തല്ലിക്കൊന്ന ആ പച്ച ഡ്രാഗൺ അതായിരിക്കോ എന്റെ മകനെന്ന് ചിന്തിച്ചായിരിക്കും ആളിപ്പോ നിലവിളിച്ച് കരയുക. എനിക്ക് എന്ത് വില കൊടുത്തും എന്റെ മകനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ആളാണെങ്കിൽ തിരിച്ച് ആ ബിൽഡിങ്ങിലേക്ക് ഓടുകയാണ്. അവിടെയാണെങ്കിൽ ഏകദേശം മുഴുവനായിട്ട് ആ പോയിസൺ ഗ്യാസ് ഫില്ലായി കഴിഞ്ഞു. ബ്രൂക്ക് ആണെങ്കിൽ സാമുറായി പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. സാമുറായി ആണെങ്കിൽ അവനെ തട്ടി മാറ്റി അവിടേക്ക് കുതിച്ചു പായുകയാണ്. ഇവിടെ ഉസോപ്പ് ആണെങ്കിൽ ആ ഡോറൊക്കെ തല്ലി തുറന്ന് അകത്തേക്ക് വരികയാണ്. അടുത്ത നിമിഷം അവിടെ ഒരുപാട് വില്ലന്മാരെ കണ്ട് നമ്മുടെ ഉസോപ്പ് ചെക്കന്റെ കിളി പോവും. അവരെല്ലാവരും ഗണ്ണൊക്കെ എടുത്ത് പോയിന്റ് ചെയ്ത് ഉസോപ്പിനെ ഷൂട്ട് ചെയ്യാൻ തയ്യാറാവും. ഇവിടെ വെർഗോയും സ്മോക്കറും അവർ ഏകദേശം ഇപ്പൊ ഈക്വൽ ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. രണ്ടുപേരും പരസ്പരം ഫൈറ്റ് ഒക്കെ തടഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടികൂടിയും
ഫോമിൽ വരും. വെർഗോ ആണെങ്കിൽ അവന്റെ ഫുൾ സ്ട്രെങ്ത് എടുത്ത് സ്മോക്കറിനെ പിടിച്ചു വലിച്ച് അങ്ങനെ തല്ലി തല്ലി കൊല്ലുകയാണ്. സ്മോക്കറിനാണെങ്കിൽ ഇപ്പൊ ബോധമൊക്കെ നഷ്ടപ്പെട്ട് അങ്ങനെ വീണ് കിടക്കുകയാണ്. അത് കണ്ട് ട്രഫാൽഗർ പതിയെ എഴുന്നേറ്റ് വെർഗോയോട് പറയും, എന്റെ ഹാർട്ട് അത് നീ എനിക്ക് തിരിച്ചു തരികയായിരുന്നെങ്കിൽ ഈ സമയത്ത് ഞാൻ നിന്നെ വെറുതെ വിടില്ലായിരുന്നു. എന്റെ പവർ എന്താണെന്ന് ശരിക്കും നീ മനസ്സിലാക്കിയേനെ. അത് കേട്ട് വെർഗോ അവൻ വീണ്ടും ട്രഫാൽഗറിലോടെ ഹാർട്ട് അത് കയ്യിൽ വെച്ച് ഞെരിക്കാനായിട്ട് തുടങ്ങും. ഇവിടെ സ്മോക്കർ അവനാണെങ്കിൽ ഇപ്പൊ ടഷിക്കയോട് പറഞ്ഞ കാര്യം ആലോചിക്കും. നീ എത്രയും വേഗം ആയിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോണം. ആ വെർഗോ അവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. ടഷിക്ക അവസാനമായിട്ട് പറഞ്ഞ കാര്യങ്ങളും അവനെടുത്ത പ്രതിജ്ഞയും അതെല്ലാം അവൻ ഒരു സെക്കൻഡ് ആലോചിക്കും. പക്ഷെ ഇപ്പൊ അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അത് മാത്രമല്ല ട്രഫാൽഗറിലോ അവനും അടികിട്ടി ഒരു ഭാഗത്ത് കിടക്കുകയാണ്. വെർഗോ ആണെങ്കിൽ ക്യാഷ്വലായിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കും. സ്മോക്കർ ഇപ്പോ അവന്റെ ഹോക്കി പവറൊക്കെ എടുത്ത് അങ്ങനെ പവറായിട്ട് നിൽക്കുകയാണ്. സ്മോക്കർ ആണെങ്കിൽ അവന്റെ സ്മോക്ക് പവർ അവിടെ മുഴുവൻ സ്പ്രെഡ് ചെയ്യും. അതിനുശേഷം വെർഗോയെ തല്ലാൻ അങ്ങനെ റെഡിയാവും. സ്മോക്കർ ആണെങ്കിൽ ആ ഫോഗിന്റെ ഇടയിലൂടെ വെർഗോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ വെർഗോയുടെ ഹോക്കി പവർ അത് വേറെ ലെവലാണ്. അവനത് ഉപയോഗിച്ച് ഇപ്പോ സ്മോക്കറിന് കറക്റ്റ് ആയിട്ട് പോയിന്റ് ചെയ്ത് അച്ചറം പൊച്ചറം ആഞ്ഞടിക്കും. സ്മോക്കറിനാണെങ്കിൽ ഒരുപാട് അടി കിട്ടിയിട്ടും അവൻ നിർത്താതെ വീണ്ടും വീണ്ടും വെർഗോയുടെ അടുത്തേക്ക് വന്ന് അടി വാങ്ങിക്കൊണ്ടേയിരിക്കും. നിനക്കെന്താ വട്ടുണ്ടോ? നീ എന്തിനാ വീണ്ടും വീണ്ടും എന്റെ അടുത്തേക്ക് വന്ന് അടി വാങ്ങുന്നേ ചോദിക്കും. ഇവിടെ ട്രഫാൽഗറിലോയ്ക്ക് സ്മോക്കറിന്റെ പ്ലാൻ പിടികിട്ടും. തീർച്ചയായിട്ടും സ്മോക്കർ അവനെ കൊല്ലും. കാരണം ആ സോൾജേഴ്സിനെ കൊന്നത് അവന് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. സോ ഇവനെ വെറുതെ വിടാൻ പാടില്ല. ഇവൻ ജീവിച്ചിരുന്ന അത് വലിയ അപകടമാണെന്ന് പറഞ്ഞു വെർഗോ വീണ്ടും അവനെ പിടിച്ചു വലിച്ച് അട്ടിച്ച് താഴെയിടും. പക്ഷെ അപ്പോഴായിരിക്കും വെർഗോ പ്രതീക്ഷിക്കാത്ത മറ്റൊരു വമ്പൻ ട്വിസ്റ്റ്. അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് ഇപ്പൊ ട്രഫാൽഗറിലോയെ കാണിക്കും. അവന്റെ കയ്യില് അവന്റെ ഹാർട്ട്. ട്രഫാൽഗറിലോ ഇപ്പൊ സ്മോക്കറിനോട് താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്. ഇനി ഇവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. വെർഗോ ആണെങ്കിൽ വീണ്ടും ഇപ്പൊ സ്മോക്കറിനെ കളിയാക്കും. ഓ, നീ ഇപ്പൊ വന്ന് പൈററ്റ്സുകളെയും വിശ്വസിക്കാൻ തുടങ്ങിയല്ലേ? വെർഗോ ആണെങ്കിൽ ഇപ്പൊ ട്രഫാൽഗറിലോയെ നോക്കും. നീ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, നിനക്കെന്റെ പവർ അറിയാലോ. സ്മോക്കറിനെ കൊണ്ട് പോലും എന്നെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ആ സ്ഥിതിക്ക് നിന്നെ കൊണ്ട് എന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവനുടനെ ഒരു ട്രാൻസ്പോർട്ടർ സ്നെയിലെടുത്ത് കാണിക്കും. ജോക്കർ, നീ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. ഇവിടെ നടക്കുന്ന കോമഡികള്, ഇവിടെ ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ മാറി മാറി സംഭവിക്കുകയാണ്. ട്രഫാൽഗറിലോയെ ആണെങ്കിൽ ഇപ്പൊ സ്നെയിൽ നോക്കി പറയും, ജോക്കർ, നീ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല. നിന്റെ ഈ സാഡ് അതിനി കംപ്ലീറ്റ് ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റില്ല. ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ ലാബും ഈ ഐലാൻഡും നിന്റെ ആൾക്കാരെ ഒക്കെ നശിപ്പിക്കാൻ പോവാണ്. ട്രഫാൽഗറിലോ പറയുന്നത് കേട്ട് ജോക്കറും അവന്റെ സ്നേഹിലും രണ്ടുപേരും പൊട്ടിച്ചിരിക്കുകയാണ്. ഓ, നിനക്കിപ്പോ ഭയങ്കര ഓവർ കോൺഫിഡൻസ് വന്നല്ലേ? നിന്റെ ഹാർട്ട് നിനക്ക് തിരികെ കിട്ടിയെന്ന് കരുതി നീ ഓവർ കോൺഫിഡന്റ് ആവണ്ട. നീ ഒന്ന് വെർഗോയെ നോക്ക്. അവൻ ടേൺ ചെയ്ത് വെർഗോയെ നോക്കും. വെർഗോയുടെ ഇപ്പോഴത്തെ രൂപം കണ്ട് അവൻ ഒരു സെക്കൻഡ് ഷോക്കാവും. അവൻ ആ ഓർണമെന്റ് ഹോക്കി പവർ അത് മുഴുവൻ അവന്റെ ബോഡിയിൽ അപ്ലൈ ചെയ്ത് ഇപ്പൊ വേറെ ലുക്കായിരിക്കുകയാണ്. ജോക്കർ ആണെങ്കിൽ വീണ്ടും പറയും, ലാസ്റ്റ് ടൈം നീ വെർഗോ ആയിട്ട് ഫൈറ്റ് ചെയ്ത് തോറ്റുപോയത് ഓർമ്മയില്ലേ? അവനിപ്പോ അവന്റെ ബോഡി മുഴുവനായിട്ടും ആ ഹോക്കി പവർ ഉപയോഗിച്ച് സ്ട്രോങ് ആക്കിയിരിക്കുകയാണ്. നിന്നെ കൊണ്ട് അവനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് ട്രഫാൽഗറിലോ അവന്റെ കയ്യിലുള്ള സ്റ്റിക്ക് അത് ഹോക്കി പവർ ഉപയോഗിച്ച് സ്ട്രെങ്തനാക്കി ഇപ്പൊ നിലത്തൊരൊറ്റ അടി. അത് കണ്ട് ജോക്കർ ആണെങ്കിൽ ഇപ്പോ വെർഗോയോട് അവൻ അറ്റാക്ക് ചെയ്യാൻ പറയും. അത് കേൾക്കേണ്ട താമസം വെർഗോ സെക്കൻഡുകൾ കൊണ്ട് ഇപ്പോൾ ട്രഫാൽഗറിലോടെ തൊട്ടടുത്തെത്തും. ട്രഫാൽഗറിലോ അവന്റെ വാള് വീശി ഇപ്പോ സാക്ഷാൽ വെർഗോയെ രണ്ടായിട്ട് വെട്ടി താഴെയിടുകയാണ്. ട്രഫാൽഗറിലോ ദേഷ്യപ്പെട്ടു പറയും, ഈ ഒരു പൈററ്റ് ന്യൂ എറ അതൊരിക്കലും ആർക്കും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഉടനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത് കാണിക്കും. അവന്റെ ആ ഒരു വെട്ടില് ആ ഒരു ലാബ് തന്നെ രണ്ടായി പോയിരിക്കുകയാണ്. ട്രഫാൽഗറിലോ ആണെങ്കിൽ ആ സൈഡ് മാനുഫാക്ചർ ചെയ്യുന്ന എല്ലാ മെഷീൻസും വെട്ടി താഴെയിടുകയാണ്. സ്നെയിലിലൂടെ ജോക്കർ ആണെങ്കിൽ ഈ കാഴ്ചയൊക്കെ കണ്ട് ഷോക്ക് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.